നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 ആൻഡ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ദെൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് എക്സിന് പകരം എഫ് ഓഫ് എക്സ് ഇട്ട് കൊടുത്താൽ മതി. എഫ് ഓഫ് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്, പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 എന്ന് കിട്ടും. ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. The domain of the function f of x is equal to sin inverse of log x by 3 to the base 3. Sin inverse x നമ്മൾ എഴുതണമെങ്കിൽ തന്നെ -1 ലെസ് ആർ സിക്കൽ ടു എക്സ് ലെസ് ആർ സിക്കൽ ടു 1 ആയിരിക്കണം. സോ ഒബ്വിയസ്ലി ഇവിടെ log x by 3 to the base 3 എന്ന് പറയുന്നത് -1 ന് 1 ഇടയ്ക്ക് ആയിരിക്കണം. സോ 3 റേസ് ടു -1 ലെസ് ആർ സിക്കൽ ടു 3 റേസ് ടു എടുത്താൽ x by 3 ആവും. 3 റേസ് ടു 1 ദാറ്റ് ഈസ് 1 by 3 ലെസ് ആർ സിക്കൽ ടു എക്സ് ലെസ് ആർ സിക്കൽ ടു 3 എന്ന് കിട്ടും. ഒരു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ x by 3 ഉണ്ട്. 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ലെസ് ആർ സിക്കൽ ടു എക്സ് ലെസ് ആർ സിക്കൽ ടു 9 എന്ന് കിട്ടും. 1 ലെസ് ആർ സിക്കൽ ടു എക്സ് ലെസ് ആർ സിക്കൽ ടു 9 എന്ന് പറയുന്നത് 1 to 9. ഓപ്ഷൻ 1 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് പ്ലസ് 2 ഉണ്ട്. y is equal to e raised to x minus e raised to minus x divided by e raised to x plus e raised to minus x plus 2 കൊടുക്കും. ഇത് LCM എടുത്താൽ e raised to x minus e raised to minus x plus 2 e raised to x plus 2 e raised to minus x divided by e raised to x plus e raised to minus x ആണ്. That is equal to e raised to x ഉം 2 e raised to x ഉം കൂടെ 3 e raised to x കിട്ടും. e raised to minus x plus 2 ഇത് plus e raised to x minus x എന്ന് കിട്ടും divided by e raised to x plus e raised to minus x ആണ്. That is y is equal to 3 e raised to x plus 1 by e raised to x divided by e raised to x plus 1 by e raised to x എന്ന് കിട്ടും. That is y is equal to 3 e raised to 2x plus 1 divided by e raised to 2x plus 1 എന്ന് കിട്ടും. LCM എടുത്താൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ y e raised to 2x plus y is equal to 3 e raised to 2x plus 1 എന്ന് കിട്ടും. എക്സ് ഉള്ള ടൈമെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. എക്സ് ഉള്ള ടൈമെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ y e raised to 2x minus 3 e raised to 2x is equal to 1 minus y എന്ന് കിട്ടും. ഓക്കെ, e raised to 2x നമ്മൾ കോമൺ എടുത്താൽ y minus 3 is equal to 1 minus y ആണ്. സോ e raised to 2x എന്ന് പറയുന്നത് 1 minus y divided by y minus 3 കിട്ടും. ലോഗ് രണ്ട് സൈഡിലും ലോഗ് എടുത്താൽ 2x is equal to e അങ്ങോട്ട് പോകുമ്പോൾ ലോഗ് ആവും. ലോഗ് 1 minus y divided by y minus 3 എന്ന് കിട്ടും. സോ x is equal to 1 by 2 into log 1 minus y by y minus 3. See 1 by 2 into log 1 minus y by y minus 3 എന്ന് പറയുന്നത് x minus 1 by 3 minus x തിരിച്ചിട്ടേക്കുന്നതാണ്. മേലും താഴെ നെഗറ്റീവ് കളഞ്ഞാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം. A 5-digit number is formed by the digit 1, 2, 3, 4, 5 and 6. 5, 6 and 8. Probability that the number has even digit at both ends. Total 5 digit 1, 2, 3, 4, 5 ആണ്. 1, 2, 3, 4, 5. ടോട്ടൽ 5 ഡിജിറ്റ് നമ്പർ അല്ലേ വേണ്ടത്. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 7 ഡിജിറ്റുകളാണ്. 1, 2, 3, 4, 5, 6, 7. നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് 7 പോസിബിലിറ്റി 6, 5, 4, 3. ഇതാണ് ടോട്ടൽ. ഓക്കെ, ഈ ഡിജിറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ റെപ്പറ്റീഷൻ ഇല്ല എന്നുള്ള കേസ് അങ്ങ് എടുക്കുകയാണ്. പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഹാസ് ഈവൻ ഡിജിറ്റ് അറ്റ് ബോത്ത് എൻഡ്സ്. 1, 2, 3, 4, 5. ഇവിടെ ഈവൻ പറഞ്ഞു, ഇവിടെ ഈവൻ പറഞ്ഞു. ഈവൻ്റെ പോസിബിലിറ്റി 1, 2, 3, 4. ഇവിടെ 4 പോസിബിലിറ്റി ഉണ്ട്, ഇവിടെ 3. ബാക്കിയുള്ളതെന്ന് പറയുന്നത് മൊത്തം 7 ആയിരുന്നു, 2 എണ്ണം വെച്ചു. 5, 4, 3. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതേ ഇതെടുത്താൽ പ്രോബബിലിറ്റി ആയി. ഓക്കെ, അടുത്ത ചോദ്യം. എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ പൈ എക്സ് ബൈ 2x ഈക്വൽ ടു കെ എന്ന് എഴുതാം. ഇത് 0/0 ആണ്. അപ്പോൾ നമ്മൾ ലോപ്പറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. മുകളിൽ നിന്നുള്ള ഡെറിവേറ്റീവ് കോസ് പൈ എക്സ് ഇൻറ്റു പൈ ഡിവൈഡർ ബൈ 2x ഡെറിവേറ്റീവ് 2 ഈക്വൽ ടു കെ എന്ന് കിട്ടും. 0 അപ്ലൈ ചെയ്താൽ 1 ഇൻറ്റു പൈ ഡിവൈഡർ ബൈ 2 ആണ്. ഈക്വൽ ടു കെ ആൻഡ് ദാറ്റ് ഇംപ്ലൈസ് കെ ഈസ് ഈക്വൽ ടു പൈ അപ്പോൺ 2. ഓക്കെ, അടുത്ത ചോദ്യം. y ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേ ആണ്.
ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എ ആർ സ്ക്വയർ അല്ലേ, അത് എ ബൈ 1 മൈനസ് ആർ ആണ്. ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം. നമുക്ക് രണ്ടിടത്തും ഒരു ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് വെറുതെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്തുവാണ്? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു കോഷ്യൻ്റ് റൂളാണ്. 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ആണ്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു 1 മൈനസ് 1/2 മൈനസ് 1/2 ഇൻറ്റു മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആയി. ഓക്കെ, ഈ ഓർമ്മ. y ഈസ് ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് കൊസീക്കിനെ എനിക്ക് സീക്ക് π/2 മൈനസ് എക്സ് എന്ന് എഴുതാം, പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് സീക്കിനെ എനിക്ക് കൊസീക്ക് π/2 മൈനസ് എക്സ് എന്ന് എഴുതാം, പ്ലസ് സൈൻ ഇൻവേഴ്സ് കോസിനെ എനിക്ക് സൈൻ π/2 മൈനസ് എക്സ് എന്ന് എഴുതാം, പ്ലസ് കോസ് ഇൻവേഴ്സ് സൈനിനെ എനിക്ക് കോസ് π/2 മൈനസ് എക്സ് എന്ന് എഴുതാം. ഇതെല്ലാം ക്യാൻസൽ ആയിപ്പോവും. സീക്ക് സീക്ക് കൊസീക്ക് കൊസീക്ക് സൈന് സൈന് കോസ് കോസ് ക്യാൻസൽ ആയിപ്പോവും. π/2 എത്ര ഉണ്ട്? 1 2 3 4 4 π/2 എന്ന് പറയുന്നത് 2 π ആണ്. മൈനസ് എത്ര എക്സ് ഉണ്ട്? 1 2 3 4 4 എക്സ് എന്ന് കിട്ടും. സോ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് -4 എന്നാണ് എനിക്ക് കിട്ടുന്നത്. ഓപ്ഷൻ 1 ഉണ്ട്. കറക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി മൈനസ് 1/t അവർ തന്നിട്ടുണ്ട്. സ്ക്വയർ ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി മൈനസ് 1/t ദ ഹോൾ സ്ക്വയർ ആണ്. എക്സ് റേസ് ടു 4 പ്ലസ് 2x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 1/t സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ടി ഇൻറ്റു 1/t ആണ്. സോ എക്സ് റേസ് ടു 4 പ്ലസ് 2x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 1/t സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 പ്ലസ് വൈ റേസ് ടു 4 ആണ്. -2 കിട്ടും. ഓർ 2x സ്ക്വയർ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു -2 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു -1/x സ്ക്വയർ എന്ന് കിട്ടും. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു -1/x സ്ക്വയർ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു -1/x റേസ് ടു സി. ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. 1/x സ്ക്വയറിന് -1/x റേസ് ടു 4 ആണ്. ഇൻറ്റു 2x ഉണ്ട്. 2 ക്യാൻസൽ ആയി പോവും. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1/x³ y എന്ന് കിട്ടും. ഓപ്ഷൻ 2 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. പിള്ളേരെ y ഈസ് ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സിന് എനിക്ക് കോസ് ഇൻവേഴ്സ് √x മൈനസ് 1 ഡിവൈഡഡ് ബൈ √x പ്ലസ് 1 എന്ന് എഴുതാം, പ്ലസ് സൈൻ ഇൻവേഴ്സ് √x മൈനസ് 1 ബൈ √x പ്ലസ് 1 എന്ന് എഴുതാം. സൈൻ ഇൻവേഴ്സ് തീറ്റ പ്ലസ് കോസ് ഇൻവേഴ്സ് തീറ്റ എന്ന് പറയുന്നത് 5/2 ആണ്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 0 കിട്ടും. കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്തത് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ്. ഇതിനെ നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ആണ്. സോ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് കൊണ്ട് ഡെറിവേറ്റീവ് 0, ടാൻ ഇൻവേഴ്സ് കൊണ്ട് ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഓപ്ഷൻ 4 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ഇ റേസ് ടു വൈ ഇൻറ്റു എക്സ് വൈ ഇസ് ഈക്വൽ ടു ഇ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ ഇ റേസ് ടു വൈയുടെ ഇ റേസ് ടു വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എക്സ് വൈയുടെ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈയുടെ ഡെറിവേറ്റീവ് 0 ആണ്. സോ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് വൈ അപ്പുറത്തേക്ക് മൈനസ് വൈ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു വൈ പ്ലസ് എക്സ് ആണ്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ നമുക്ക് എക്സ് ഈക്വൽ ടു 0 അല്ലേ. ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ഇ റേസ് ടു വൈ പ്ലസ് എക്സ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഓവർ നെഗറ്റീവ് മൈനസ് വൈ ഇൻറ്റു ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഇ റേസ് ടു വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 1 അപ്പോൺ ഇ റേസ് ടു വൈ പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. നമുക്ക് ഇതിനകത്ത് എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കാം. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു വൈ പ്ലസ് 0 ഇസ് ഈക്വൽ ടു ഇ എന്ന് കിട്ടും. ഇ റേസ് ടു വൈ ഈസ് ഈക്വൽ ടു ഇ എന്ന് കിട്ടും. സോ വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് ഓൾറെഡി കിട്ടും. അപ്പോൾ വൈ എന്ന് പറയുന്നത് 1 നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും വൈ കിടക്കുന്നിടത്ത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇഫ് ദ ടാൻജന്റ് ടു ദ കർവ് xy plus ax plus by is equal to 0 at 1 is inclined at an angle tan inverse 2 to the axis of x, then AB is equal to. പിള്ളേരെ ടാൻജന്റ് എന്ന് പറയുന്നത് dy by dx ആണ്. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്ന് പറയുന്നത് dy by dx ആണ്. പിന്നെ അത് മാത്രമല്ല
ഈ പോയിന്റിൽ നമുക്ക് 1 ഇട്ട് കൊടുക്കുകയും ചെയ്യാം അല്ലേ. 1 പ്ലസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടും. അത് കൂടാതെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു 1 പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് is equal to 0. Tan inverse 2 ആണ്. So dy by dx is equal to 2 when x is equal to 1 and y is equal to 1. ശരിയല്ലേ? 1 into 2 plus 1 into 1 plus a plus b into 2 is equal to 0. dy by dx 2 ആണ്. tan inverse സ്ലോപ്പ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ആണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇത് നമുക്ക് എയിലും ബിയിലുള്ള 2 ഇക്വേഷൻ കിട്ടും. 2 സോൾവ് ചെയ്താൽ ആൻസർ ആയി. ഓക്കെ, സാറ്റിസ്ഫൈ എന്ന് നോക്കിയാലും മതി. The diagonal of a square is changing at the rate of 0.05 cm per second. The rate of change of the area when the area is 400 cm square and cm square per second is square ആണല്ലേ. സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് ദേ ആണെങ്കിൽ ദേ റൂട്ട് 2. ഓക്കെ, ഡയഗണൽ ഓഫ് എ സ്ക്വയർ ചേഞ്ചിങ് ഇൻ ദ റേറ്റ് ഓഫ് 0.5 cm square per second, അതായത് √2 ഇൻറ്റു ഡി എ ബൈ ഡി ടി ഈക്വൽ ടു 0.5 എന്ന് തന്നിട്ടുണ്ട്. എ സ്ക്വയർ 400, സോ എ എന്ന് പറയുന്ന റൂട്ട് 400 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. ഡി എ ബൈ ഡി ടി എന്ന് പറയുന്നത് 2a ഇൻറ്റു ഡി എ ബൈ ഡി ടി ആണ്. ഇവിടെ കൊടുക്കാൻ എല്ലാ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, y = √x പ്ലസ് √x നമ്മൾ ഒത്തിരി ചെയ്തതാണ്. y = √x പ്ലസ് വൈ എന്ന് വിളിക്കുക. സോ y സ്ക്വയർ = x പ്ലസ് വൈ ആണ്. dy by dx ആണ് കണ്ടുപിടിക്കേണ്ടത്. 2y ഇൻറ്റു dy by dx = 1 പ്ലസ് dy by dx. അപ്പോൾ നമുക്ക് dy by dx ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് dy by dx കണ്ടുപിടിച്ചു. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് 1 മൈനസ് എക്സ് 1 ബൈ റൂട്ട് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു -1 കൂടെ ഉണ്ട്. സിംപ്ലിഫൈ ചെയ്താൽ മതി. എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേനും -1 അപ്പോൺ അണ്ടർ ദ റൂട്ട് ഓഫ് 1 മൈനസ് 2x പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ്സ് -1 ഡിവൈഡഡ് ബൈ 1 ക്യാൻസൽ ആയി പോകും. അണ്ടർ ദ റൂട്ട് ഓഫ് 2x മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, 2x മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ഉണ്ട്. കറക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. x പ്ലസ് y = k is നോർമൽ ടു ദ കർവ് y സ്ക്വയർ = 12x then k = x പ്ലസ് y നോർമൽ ആണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -a/b -1/1 ആണ് ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ലോപ്പ് നോർമൽ ആണ്, കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 2y ഇൻറ്റു dy by dx ഈക്വൽ ടു 12 എന്ന് കിട്ടും. സോ dy by dx എന്ന് പറയുന്നത് 12 ഡിവൈഡഡ് ബൈ 2y ദാറ്റ്സ് ഈക്വൽ ടു 6/y എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി ഇത് നോർമലാണ്, ഇത് ടാൻജന്റിന്റെ സ്ലോപ്പ്. നോർമൽ സ്ലോപ്പും ടാൻജന്റിന്റെ സ്ലോപ്പും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും. സോ -1/1 ഇൻറ്റു 6/y = -1 എന്ന് കിട്ടും. മൈനസ് ക്യാൻസൽ ആയി പോകും. y = 6 എന്ന് കിട്ടും. y = 6 എന്ന് പറയുന്ന വാല്യൂ ഇതിനകത്ത് കൊടുത്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ ഇതിനകത്ത് കൊടുത്താൽ കെയുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഇസ് ആൻസർ. ഓക്കെ, f of x = a cos x plus b tan x plus x has extreme values at x = 0 and x = π/6. എക്സ്ട്രീം വാല്യൂസ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. അപ്പോൾ f' എന്ന് പറയുന്നത് a ഇൻറ്റു മൈനസ് സൈൻ എക്സ് പ്ലസ് ബി ഇൻറ്റു ടാൻ എക്സിൻ്റെ sec സ്ക്വയർ എക്സ് പ്ലസ് 1 = 0. 0 when x = 0 അല്ലേ. f'(0) ഇട്ട് കൊടുത്താൽ a ഇൻറ്റു സൈൻ 0 ആണ് പ്ലസ് ബി ഇൻറ്റു sec 0 1/cos 0 ആണ്, അത് 1 ആണ്. പ്ലസ് 1 = 0. b = -1 നമുക്ക് കിട്ടും. -1 ഓപ്ഷനിൽ 2 എണ്ണം ഉണ്ട്. ഈ f'(π/6) എന്ന് പറയുന്നതും 0 ആണ്. f'(π/6) എന്ന് പറയുന്നത് a ഇൻറ്റു മൈനസ് സൈൻ π/6 എന്ന് പറയുന്നത് 1/2 ആണ്. പ്ലസ് ബി ഇൻറ്റു sec π/6 എന്ന് പറയുന്നത് cos π/6 എന്ന് പറയുന്നത് √3/2 ആണ്. സോ 2/√3 4/3 എന്ന് കിട്ടും. പ്ലസ് 1 = 0. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എയുടെ വാല്യൂ -1 ഇട്ടും കൊടുക്കാം. അപ്പോൾ ബിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. ഇഫ് റോൾസ് തിയറം ഹോൾഡ്സ് ഫോർ f of x = ഒരു ഫംഗ്ഷൻ അവർ തന്നിട്ടുണ്ട്. പിള്ളേരെ റോൾസ് തിയറം ഹോൾഡ് ചെയ്യണമെങ്കിൽ f of 1 = f of 2 ആയിരിക്കണം. ഇന്റർവെലിന്റെ എൻ പോയിന്റുകളുടെ ഇമേജുകൾ രണ്ട് സെയിം ആയിരിക്കണം. സോ f of 1 എന്ന് പറയുന്നത് 1 പ്ലസ് b പ്ലസ് c = 2 ഇട്ട് കൊടുത്താൽ 8 പ്ലസ് b ഇൻറ്റു 4 പ്ലസ് c ഇൻറ്റു 2 കിട്ടും. ഒരു കണ്ടീഷൻ കിട്ടും. മാത്രമല്ല f'(c) = 0 ആണ്. ആ c എന്ന് പറയുന്നത് 4/3 ആണ്. അപ്പോൾ f'(x) എന്ന് പറയുന്നത് 3x² പ്ലസ് 2bx പ്ലസ് c = 0 കൊടുത്താൽ 3 ഇൻറ്റു 4/3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു b ഇൻറ്റു x എന്ന് പറയുന്നത് എത്രയാണ് പിള്ളേരെ 4/3 പ്ലസ് c = 0 ആണ്. ഓക്കെ,
നമുക്ക് ബി സി ആയി. ഓക്കെ, 2 ഇക്വേഷൻ ആയില്ലേ. ബി സി നിങ്ങൾ കണ്ടുപിടിച്ചോളൂ അല്ലേ. ഓക്കെ, ഇൻ്റഗ്രൽ 2 ഡിവൈഡഡ് ബൈ അണ്ടർ ദ റൂട്ട് ഓഫ് 1 മൈനസ് ഇത് 2 ദ ഹോൾ സ്ക്വയർ അല്ലേ. 4 എന്ന് പറയുന്നത് 2 ദ ഹോൾ സ്ക്വയർ ആണ്. നമുക്കിതിനെ 2 ഒരു ടി എന്ന് കൊടുത്താൽ ഡി എക്സ് ഇക്വൽ ടു ഇൻ്റഗ്രൽ പ്ലർ ഇത് ഡി ടി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ലോഗ് 2 ആണ്. സോ ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ബൈ ലോഗ് 2. 2 ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ബൈ ലോഗ് 2. 2 ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ബൈ ലോഗ് 2 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ടി ഇൻറ്റു ടി സ്ക്വയർ ബൈ ഡി ടി ബൈ ലോഗ് 2 ആണ്. സോ നമുക്ക് ലോഗ് 2 കോമൺ എടുക്കാം. 1 ബൈ ലോഗ് 2 അല്ലേ. 1 ബൈ ലോഗ് 2 കോമൺ എടുത്താൽ ഇൻ്റഗ്രൽ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. പ്ലസ് സി കിട്ടും. ദറ്റ് ഈസ് ലോഗ് 1 ബൈ ലോഗ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ടി എത്രയാ 2 പ്ലസ് സി എന്ന് കിട്ടും. സോ കെയുടെ സ്ഥാനത്ത് എന്താണ് കിടക്കുന്നത് 1 ബൈ ലോഗ് 2 ഓപ്ഷൻ 1. അടുത്ത ചോദ്യം ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സിനെ മണ്ടയ്ക്കോട് കൊണ്ടുപോയാൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രലാണ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ടാൻ എക്സ് മൈനസ് ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി എന്ന് കിട്ടും. എക്സ് ടാൻ എക്സ് മൈനസ് ലോഗ് മോഡ് സീക്ക് എക്സ് എന്ന് പറയുന്നത് അവർ മാറ്റി എഴുതിയിട്ടുണ്ട് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ടാൻ എക്സ് മൈനസ് ലോഗ് സീക്ക് എക്സിനെ 1 ബൈ കോസ് എക്സ് അല്ലെങ്കിൽ കോസ് എക്സ് റൈസ് ടു -1 എന്ന് എഴുതാം. പ്ലസ് ഈ -1 പുറത്തേക്ക് വരുമ്പോൾ എക്സ് ടാൻ എക്സ് മൈനസ് പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആകും ലോഗ് കോസ് എക്സ് എന്ന് കിട്ടും. എക്സ് ടാൻ എക്സ് പ്ലസ് ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21 ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് ഇതിനെ നമുക്ക് എക്സ് പ്ലസ് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഒരു ഇ റൈസ് ടു എക്സ് ഡി എക്സ് ഉണ്ട്. ഇത്ര നമ്മളൊന്ന് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്താലേ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 2 ബൈ എക്സ് പ്ലസ് ഡിനോമിനേറ്ററിൽ എക്സ് പ്ലസ് 2 ആയിരുന്നു അല്ലേ പിള്ളേരെ. അതെ, എക്സ് പ്ലസ് 2 ബൈ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1 ബൈ എക്സ് പ്ലസ് 2 ആണ്. മൈനസ് 1 ബൈ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഡി എക്സ് ആണ്. ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് ആണ്. ഐ എം സോ സോറി, ഇടയ്ക്കൊരു ഡി ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് ശരിയല്ലേ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ബൈ എക്സ് പ്ലസ് 2 ഇൻറ്റു ഇ റൈസ് ടു എക്സ് പ്ലസ് സി. കാരണം 1 ബൈ എക്സ് പ്ലസ് 2 ഡെറിവേറ്റീവ് ആണ് മൈനസ് 1 ബൈ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. സെയിം തന്നെ ഇൻ്റഗ്രൽ 0 to 1 ഡിനോമിനേറ്റർ 1 പ്ലസ് എക്സ് ആണ്. നമുക്ക് ഇതിനകത്തൊരു മൈനസ് കോമൺ എടുത്താൽ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. മൈനസ് ഇൻ്റഗ്രൽ 0 to 1 എക്സ് മൈനസ് 1 എക്സ് പ്ലസ് 1 മൈനസ് 2 എന്ന് എഴുതാം. ശരിയല്ലേ. എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് പ്ലസ് 1 മൈനസ് 2 ആണ്. ഡിവൈഡഡ് ബൈ ഒരു എക്സ് പ്ലസ് 1 ഡി എക്സ് ഉണ്ട്. സെപ്പറേറ്റ് ആക്കാം. ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 1 മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ആണ് ഓവർ ഡി എക്സ് 0 to 1 ഉണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. മൈനസ് കോമൺ ഉണ്ട്. 1 ഇൻ്റഗ്രൽ എക്സ് ആണ് മൈനസ് 2 ഇൻറ്റു ഇത് ലോഗ് എക്സ് പ്ലസ് 1 ആണ് ഓവർ 0 to 1. ലിമിറ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. സിമ്പിൾ പരിപാടി. ഇൻ്റഗ്രൽ 0 to π ബൈ 2 സൈൻ എക്സ് ഇൻറ്റു സൈൻ 2എക്സിനെ നമുക്ക് 2 സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. നമുക്ക് സൈൻ എക്സിന് ഒരു ടി എന്ന് കൊടുത്താൽ അല്ലെങ്കിൽ യു കൊടുത്താൽ ഇൻ്റഗ്രൽ 0 to ലിമിറ്റ് മാറണമല്ലോ അല്ലേ. സൈൻ എക്സിന് യു എന്ന് കൊടുത്താൽ എക്സ് 0 ആകുമ്പോഴത്തേനും യു 0 എക്സ് 1 സോറി എക്സ് എന്ന് പറയുന്ന π ബൈ 2 ആകുമ്പം യു സൈൻ π ബൈ 2 ആണ്. ഇൻ്റഗ്രൽ 0 to 1 സൈൻ എക്സിന് യു എന്നാണ് കൊടുത്തത്. 2 കോമൺ ഉണ്ട്. യു സ്ക്വയർ കിട്ടും. ഇൻറ്റു കോസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഡി യു കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു യു ക്യൂബ് ബൈ 3 ഉണ്ട് ഓവർ 0 to 1. ലിമിറ്റ് കൊടുത്താൽ 2 ഇൻറ്റു 1 ബൈ 3 മൈനസ് 0 കിട്ടും. 2 ബൈ 3 എന്ന് ആൻസർ ഉണ്ട്. 2 ബൈ 3 എന്ന് പറയുന്ന ഓപ്ഷൻ 4 കൊടുത്തിട്ടുണ്ട്. കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24 ഇൻ്റഗ്രൽ 0 to π അണ്ടർ ദ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സിനെ നമുക്ക് കോസ് π ബൈ 2 മൈനസ് എക്സ് എന്ന് എഴുതാം ഡി എക്സ്. എന്നിട്ട് ഈ കോസ് 2എക്സിന് ഒരു ഫോർമുല ഉണ്ട്. 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ശരിയല്ലേ. അതെന്തിനാണെന്ന് വെച്ചാൽ 1 ക്യാൻസൽ ആയി പോകാനാണ്. ഇൻ്റഗ്രൽ 0 to π
അണ്ടർ ദ റൂട്ട് ഓഫ് 1 പ്ലസ് 2 കോസ് സ്ക്വയർ പൈ ബൈ 2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 മൈനസ് 1 കിട്ടും. ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോൾ ഡി എക്സ്. ഇന്റഗ്രൽ 0 ടു പൈ റൂട്ട് 2 ഉണ്ട്. കോസ് സ്ക്വയറിൻ്റെ റൂട്ട് കോസ് പൈ ബൈ 2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ഡി എക്സ് എന്ന് കിട്ടും. ശരിയല്ലേ? ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിങ്ങൾക്കറിയാം. കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുന്നത് പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 ആണ്. വേറെ ഒന്നും ചെയ്യണമെന്നില്ല, 1/2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 25. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് മൈനസ് 1 എനിക്ക് ഇ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു 1 എന്ന് വിളിക്കാം. പ്ലസ് എക്സ് റൈസ് ടു ഇ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എക്സ് പ്ലസ് എക്സ് റൈസ് ടു ഇ ഡി എക്സ്. പിള്ളേരെ നമുക്കൊരു എൽ സി എം എടുത്താൽ ഈ അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ ഇൻറ്റു എക്സ് റൈസ് ടു ഇ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് പ്ലസ് എക്സ് റൈസ് ടു ഇ ആണ്. 1/e നമുക്ക് വെളിയിൽ വരും. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് യു മണ്ടയിൽ കൊടുത്താൽ യു ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് ഡിനോമിനേറ്റർ യു കേട്ടോ. ഐ എം സോ സോറി, ഡിനോമിനേറ്റർ ഇ റൈസ് ടു എക്സ് പ്ലസ് എക്സ് റൈസ് ടു യു കൊടുത്താൽ ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ, എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഈ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ശരിയല്ലേ? സോ നമുക്ക് 1/e ഉണ്ട്. ഇൻ്റഗ്രൽ ഇതിൽ ഡിനോമിനേറ്ററിന് ഞാൻ യു എന്നാണ് കൊടുത്തത്. ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ ഇൻറ്റു എക്സ് റൈസ് ടു ഇത് അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഡി യു ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ എക്സ് റൈസ് ടു ഇ മൈനസ് 1 ഡി എക്സ് എന്ന് കിട്ടും. സോ നമുക്ക് ഡി എക്സിന് പകരം ഡി യു എന്ന് എഴുതാം. ശരിയല്ലേ? ഇത് ഇൻറ്റു ഡി എക്സിന് പകരം. സോ ദിസ് ഇസ് 1/e ഇൻറ്റു ലോഗ് മോഡ് യു പ്ലസ് സി ആണ്. ഇതല്ല. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 26. ഇൻ്റഗ്രൽ 0 ടു 1 ഇടപെടൽ രീതി നമുക്കൊരു കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാലോ. ഡി എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് പ്ലസ് റൂട്ട് എക്സ്. ശരിയല്ലേ? ഡിനോമിനേറ്ററിലും റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് റൂട്ട് എക്സിനെ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് പ്ലസ് റൂട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡി എക്സ് ഡി എക്സ് ഒന്ന് ഞാൻ എഴുതിയല്ലേ. സോ ഇൻ്റഗ്രൽ 0 ടു 1 ഇത് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് പ്ലസ് റൂട്ട് എക്സ് കിട്ടും ഡിവൈഡർ ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 1 പ്ലസ് എക്സ് മൈനസ് എക്സ് എന്ന് കിട്ടും ഡി എക്സ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 1 എക്സ് എക്സ് ക്യാൻസൽ ആയിപ്പോവും. റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് റൂട്ട് എക്സ് അല്ലെ പ്ലസ് റൂട്ട് എക്സ് എന്ന് കിട്ടും ഡി എക്സ്. ശരിയല്ലേ? ഇത് സിമ്പിളായി. ഇൻ്റഗ്രൽ 0 ടു 1 ഇത് 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു 1/2 പ്ലസ് എക്സ് റൈസ് ടു 1/2. ഇൻ്റഗ്രൽ നേരിട്ട് എഴുതാം നമുക്ക്. ലീനിയർ ഫംഗ്ഷൻ അല്ലേ. 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു 1/2 പ്ലസ് 1/1/2 പ്ലസ് 1 പ്ലസ് എക്സ് റൈസ് ടു 1/2 പ്ലസ് 1/1/2 പ്ലസ് 1. സി എഴുതേണ്ട കാര്യമില്ല. ഓവർ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ? 0 തൊട്ട് 1 വരെ. 1 ആദ്യം ഇട്ട് കൊടുക്കുക, മൈനസ് എടുക്കുക, 0 ഇട്ട് കൊടുക്കുക. അടുത്തത് ഏരിയ ബൗണ്ടഡ് ബൈ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9x. വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4x എന്ന് പറയുന്ന പരാബോള ഇങ്ങനെ ഇരിക്കും. ശരിയല്ലേ? ഇതിൽ എക്സ് ഈസ് ഈക്വൽ ടു 1ഉം എക്സ് ഈസ് ഈക്വൽ ടു 4ഉം. ഇതാണ് എക്സ് ഈസ് ഈക്വൽ ടു 1, അടുത്ത എക്സ് ഈസ് ഈക്വൽ ടു 4 ഉണ്ട് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇത് 1, ഇത് 4, ഇത് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9x ആണ്. അതിൽ നിന്ന് നമുക്ക് വൈ ഈസ് ഈക്വൽ ടു 3 റൂട്ട് എക്സ് എന്ന് വിളിക്കാം. സോ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 1 ടു 4 3 റൂട്ട് എക്സ് ഡി എക്സ് ആണ്. ദറ്റ് ഈസ് 3 ഇൻറ്റു റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 ആണ്. ഡെറിവേറ്റീവ് അല്ല, ഇൻ്റഗ്രൽ. ഓർ 1 to 4 കാരണം എക്സ് റൈസ് ടു 1/2 പ്ലസ് 1/1/2 പ്ലസ് 1 3 ക്യാൻസൽ ആയിപ്പോൾ 2 ഇൻറ്റു 4 ആദ്യം കൊടുക്കാം. 4 റൈസ് ടു 3/2 മൈനസ് 1 റൈസ് ടു 3/2 കിട്ടും. 2 ഇൻറ്റു 4 റൈസ് ടു 3/2 എന്ന് പറയുന്നത് 2 റൈസ് ടു 3 ആണ്. 8 മൈനസ് 1 കിട്ടും. 7 2 14 എന്ന് കിട്ടും. 14 ഇല്ലേ പിള്ളേരെ? കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തിക്കണം കേട്ടോ ചെയ്തതിനകത്ത്. അടുത്ത ചോദ്യം 28. ഇതൊരു സ്പെഷ്യൽ കേസാണ്, നിങ്ങൾക്കറിയാം. ഇതിനെ നമുക്ക് സമ്മേഷൻ ആർ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ആർ റൂട്ട് ആർ ഡിവൈഡഡ് ബൈ എൻ റൈസ് ടു 5/2 എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ആർ റൈസ് ടു 3/2 ഡിവൈഡഡ് ബൈ എൻ റൈസ് ടു 5/2. സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എഴുതാം. ലിമിറ്റ് ഉണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ ആർ ഇസ് ഈക്വൽ ടു 1 ടു n ആർ ഡിവൈഡഡ് ബൈ എൻ ദ ഹോൾ റൈസ് ടു 3/2 ഉണ്ട്. പിന്നെ 1 ഒരു n റൈസ് ടു 3/2 പ്ലസ് n ആണ്. ഇൻറ്റു ഒരു n ഉണ്ട്. ഓക്കെ, സിംപ്ലിഫൈ ലിമിറ്റ് കൊടുത്താൽ മാത്രം മതി.
ഇത് ലോഗരിതം ലിമിറ്റ് ആസ് എ സം എന്ന് പറയുന്ന ഒരു സംഗതി കിടപ്പുണ്ട്. ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ രണ്ടിടത്തും റേസ് 3 എടുത്താൽ മതി. രണ്ടിടത്തും റേസ് 3 എടുത്താൽ ഇത് 1 പ്ലസ് dy ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റേസ് ടു 5 എന്ന് കിട്ടും. ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3 എന്നും കിട്ടും. ഓക്കെ, ഹയസ്റ്റ് ഓർഡർ 2 ആണ്, അതിൻ്റെ പവർ 3 ആണ്. സോ ഡിഗ്രി 3 ആണ്. അടുത്ത് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓൾ സർക്കിൾസ് ഹാവിംഗ് സെൻറ്റർ അറ്റ് ദ ഒറിജിൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x പ്ലസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഒരു 2h ഡിവൈഡ് ചെയ്താൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈ വൺ ഇസ് ഈക്വൽ ടു 0. എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈ വൺ ഇസ് ഈക്വൽ ടു 0. അടുത്ത ചോദ്യം, സ്ലോപ്പ് ഓഫ് അപ്പ് കർവ് അറ്റ് എനി പോയിന്റ് ഡിഫറെൻറ്റ് ഫ്രം ദ ഒറിജിൻ ഈസ് വൈ പ്ലസ് വൈ ബൈ എക്സ്. സോ ഡി വൈ ബൈ ഡി എക്സ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് അല്ലേ, വൈ പ്ലസ് വൈ ബൈ എക്സ് ആണ്. സോ ഇത് നമുക്ക് വൈ കോമൺ എടുത്താൽ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു 1 പ്ലസ് 1 ബൈ എക്സ് എന്ന് കിട്ടും. വൈ ഇപ്പുറത്തേക്ക് ഡി വൈ ബൈ വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് അല്ലെങ്കിൽ 1 പ്ലസ് 1 ബൈ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും. സോ നമുക്ക് ലോഗ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ലോഗ് എക്സ് പ്ലസ് സി എന്ന് കിട്ടും. ഓക്കെ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആദ്യം കണ്ടുപിടിക്കണം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ആയിട്ട് കിടക്കുന്ന 3 ബൈ എക്സ് അല്ലേ, ഇ റേസ് ടു 3 ലോഗ് എക്സ് എന്ന് കിട്ടും. എക്സ് ക്യൂബ് എന്ന് എഴുതാം, ഇത് എക്സ് ക്യൂബ് എന്ന് കിട്ടും. സോ സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്യൂ എന്ന് പറയുന്നത് 1 ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് ഡി എക്സ് ആണ്. സോ വൈ ഇൻറ്റു എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറും എക്സ് ക്യൂബും കൂടെ ക്യാൻസൽ ആയി പോയി എക്സ് കിട്ടും. അതിൻ്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്ന് കിട്ടും. ശരിയല്ലേ, സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് കിട്ടും. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു ഇൻ്റഗ്രൽ ഇവിടെ വൈയുടെ കൂട്ടത്തിൽ കിടക്കുന്ന 1 പ്ലസ് എക്സ് ബൈ എക്സ് ഡി എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ 1 ബൈ എക്സ് പ്ലസ് 1 ഡി എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സ് ആണ്. ലോഗ് എക്സ് പ്ലസ് എക്സ് എന്ന് കിട്ടും. ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഏത് ഫോമിലേക്കാണ് സിംപ്ലിഫൈ ചെയ്ത് ആക്കേണ്ടത്? ഇ റേസ് ടു ലോഗ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ഇ വെട്ടിപ്പോവും, എക്സ് ഇ റേസ് ടു എക്സ് എന്ന് കിട്ടും. ഓക്കെ, എക്സ് ഇ റേസ് ടു എക്സ് ഓപ്ഷൻ 4 കിടപ്പുണ്ട്. അടുത്ത ചോദ്യം കണ്ടുപിടിക്കേണ്ട ഇതാണ്. ഇതിനകത്ത് ഞാൻ ഡിറ്റർമിനൻ്റ് ഒരു എ റേസ് ടു 2013 കോമൺ എടുത്താൽ എ ആകും മൈനസ് 5i എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ റേസ് ടു 2013 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് 5i എന്ന് കിട്ടും. ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് 5 മൈനസ് 6 മൈനസ് 1 എന്ന് കിട്ടും. സോ ഇത് മൈനസ് 1 ആണ്, ഓഡ് പവർ അല്ലേ. എ മൈനസ് 5i എന്ന് പറയുന്നത് ഇതിൽ നിന്ന് 1 0 ആകും, ഇത് 2 തന്നെ, ഇത് 3 തന്നെ, 5ൽ നിന്ന് 1 പോയാൽ 4 ആകും. ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് 5i എന്ന് പറയുന്നത് 0 മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 6 എന്ന് കിട്ടും. ഇൻറ്റു മൈനസ് 6 ആണ് ആൻസർ. കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. അടുത്ത ചോദ്യം ഡിറ്റർമിനൻ്റ് ഓഫ് എ റേസ് ടു 10 എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ റേസ് ടു 10 ഈസ് ഈക്വൽ ടു 1024 ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു എന്ന് പറയുന്നത് എ മൈനസ് എ ക്യൂബ് മൈനസ് 25. ഓക്കെ, സോ മൈനസ് എ ക്യൂബ് മൈനസ് 25 ഇസ് ഈക്വൽ ടു ഇത് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി 2 കിട്ടും. 2 റേസ് ടു 10 ആണല്ലോ, ഇതിനെ 2 റേസ് ടു 10 എന്ന് വിളിക്കാം. സോ മൈനസ് എ ക്യൂബ് ഇസ് ഈക്വൽ ടു 27 എന്ന് കിട്ടും. എ ക്യൂബ് ഇസ് ഈക്വൽ ടു മൈനസ് 27, എ ഇസ് ഈക്വൽ ടു മൈനസ് 3 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം എ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 111 ആണ്. സോ എ സ്ക്വയർ എന്ന് പറയുന്നത് 3 ഇൻറ്റു 3 ഇൻറ്റു 111 ഇൻറ്റു 111 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് 9 ഇൻറ്റു ഇത് വീണ്ടും 3 മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമുക്കറിയാമല്ലോ 3 എല്ലാം 3 1 + 1 + 1 3 അപ്പോൾ 3 കോമൺ എടുത്താൽ 27 ഇൻറ്റു അഗെയിൻ 111 തന്നെ കിട്ടും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ക്യൂബ് അല്ലേ. എ ക്യൂബ് എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു എ ആണ്. വെറുതെ എ ഇൻറ്റു എ സ്ക്വയർ തന്നെ ചെയ്ത് 27 ഇൻറ്റു 3 വീണ്ടും കിട്ടും. 27 ഇൻറ്റു 3 എന്ന് പറയുന്നത് 81 എ എന്ന് കിട്ടും. ഓക്കെ, ഇഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, അതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാണെങ്കിൽ കോയിഫിഷ്യൻ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കണം. 1 k 3 3k - 2
2 3 മൈനസ് 4 ഇസിക്കൽ ടു 0 കിട്ടണം. 0 കിട്ടാനായിട്ട് 1 ഇൻറ്റു മൈനസ് 4k പ്ലസ് 6 മൈനസ് k ഇൻറ്റു മൈനസ് 12 പ്ലസ് 4 പ്ലസ് 3 ഇൻറ്റു 9 മൈനസ് 2k ഇസിക്കൽ ടു 0 കൊടുത്താൽ നിങ്ങൾ ട്രയൽ മെത്തേഡിൽ ചുമ്മാ പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ ഇതിനകത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നിങ്ങൾ എക്സിനും വൈക്കും സെഡിനും ചുമ്മാ 1 ഇട്ട് കൊടുത്ത് നോക്കിയാലും മതി കേട്ടോ. എക്സിനും വൈക്കും സെഡിനും 1 ഇട്ട് കൊടുത്താൽ ഇത് 1 കിട്ടും, ഇത് 3 കിട്ടും, ഇത് 3 കിട്ടും, ഇത് 1 കിട്ടും, ഇത് 0 തന്നെ കിട്ടും. എക്സിനും വൈക്കും സെഡിനും 1 ഇട്ട് കൊടുത്ത് നോക്കിയാൽ 1 2 3 സൊല്യൂഷൻ ഉള്ളത് നിങ്ങൾക്ക് ഇതുണ്ട്. 2 3 4 3 3 5 6 5 3 8 1 9 ഇങ്ങനെ കിട്ടും. ശരിയല്ലേ? ഇതിൽ പിള്ളേരെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഒറ്റ നോട്ടത്തിൽ കിട്ടാൻ പാകത്തിനൊന്നുമില്ലേ പിള്ളേരെ? 3 4 ഇല്ലല്ലേ? ഇതിനകത്ത് അല്ല, ഡിറ്റർമിനന്റ് എക്സ്പാൻഷൻ നിങ്ങൾ ചുമ്മാ നടത്തിയാൽ പോരെ. ഇത് നമ്പർ ആയില്ലേ? അത് ട്രാൻസ്ഫോർമേഷൻസ് നടത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത രീതിയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് 1 2 3 കിട്ടും. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇത് 0 ആകും. 2 2 4 3 മൈനസ് 4 1 മൈനസ് 1 ആകും. 3 2 6 4 മൈനസ് 6 മൈനസ് 2 ആകും. ഇത് 0 ആകുന്ന 3 കൊണ്ട് 3 2 6 ഇത് 0 ആകും. 3 9 പക്ക അത് 0 ആണ്. ശരിയല്ലേ? അപ്പോൾ ഓപ്ഷൻസിൽ 0 മാത്രം. ഓപ്ഷൻ 4 ഞാൻ പറഞ്ഞതിനകത്ത് മനസ്സിലായോ? എക്സ് വൈ സെഡ് ക്വസ്റ്റ്യനിലും ഇട്ട് കൊടുക്കുക, ഓരോ നമ്പർ ഓപ്ഷൻസിലും ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, സാറേ ഇതിനകത്തൊക്കെ 2 3 വന്നല്ലോ, 1 1 1 ഇട്ട് കൊടുത്തിട്ട് മടുക്കുമ്പോൾ നമ്മൾ 0 ഒരിടത്ത് ഇട്ട് കൊടുക്കും. 1 1 0 0 1 0 അങ്ങനെ മാറ്റി കിട്ടുന്ന ഇട്ട് കൊടുക്കും. 2 1 ഇട്ട് കൊടുത്താൽ പോരെ, കിട്ടൂല്ലേ? മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 39. പ്രൊജക്ഷൻ ഓഫ് A on B. പ്രൊജക്ഷൻ ഓഫ് A on B എന്ന് പറയുന്നത് A dot B ഡിവൈഡ് ബൈ മോഡ് B ഈക്വൽ ടു മോഡ് A ക്രോസ് B എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ പിള്ളേർ ഇത് മോഡ് A മോഡ് B കോസ് തീറ്റ ഡിവൈഡ് ബൈ മോഡ് B ഈക്വൽ ടു ഇത് മോഡ് A മോഡ് B സൈൻ തീറ്റ ഇൻറ്റു മോഡ് എൻ ക്യാപ്. മോഡ് എൻ ക്യാപ് എന്ന് പറയുന്നത് 1 ആണ്. എ ബി ക്യാൻസൽ ആയിപ്പം കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് പറയുന്നത് കോട്ട് തീറ്റ ഈക്വൽ ടു മോഡ് B എന്ന് നമുക്ക് കിട്ടും. ഇത് 1 ആണ്. ബി അവർ തന്നിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ബി തന്നിട്ടില്ലെങ്കിലോ എന്ന്. ഇത് റൂട്ട് ഓഫ് മോഡ് ബി എന്ന് പറയുന്ന റൂട്ട് ഓഫ് 1/9 പ്ലസ് 1/9 പ്ലസ് 1/9 ആണ്. ദരിസിക്കൽ 3/9 1/√3 എന്ന് കിട്ടും. 1/√3 ശരിയല്ലേ? അപ്പോൾ കോട്ട് തീറ്റ എന്ന് പറയുന്നത് 1/√3 കിട്ടി. തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് 1 അഡ്ജസൻറ്റ് സൈഡ് √3 കിട്ടണമെങ്കിൽ 5/6 ശരിയല്ലേ? അല്ല തിരിച്ച അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 1 കിട്ടണം, ഓപ്പോസിറ്റ് സൈഡ് √3 കിട്ടണം. 5/3. ഓക്കെ. പി ഈസ് പെർപെൻഡിക്കുലർ ടു ക്യൂ പ്ലസ് ആർ. അപ്പം പി ഡോട്ട് ക്യൂ പ്ലസ് പി ഡോട്ട് ആർ 0 ആണ്. ക്യൂ പെർപെൻഡിക്കുലർ ടു ആർ പ്ലസ് പി. അപ്പം ക്യൂ ഡോട്ട് ആർ പ്ലസ് ക്യൂ ഡോട്ട് പി 0 ആണ്. ആർ പെർപെൻഡിക്കുലർ ടു പി പ്ലസ് ക്യൂ ആർ ഡോട്ട് പി പ്ലസ് ആർ ഡോട്ട് ക്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 2p dot q plus 2p dot r plus 2q dot r ഈക്വൽ ടു 0 അല്ലേ പിള്ളേരെ? എല്ലാം സെയിം തന്നെയാണ്. സോ p dot q plus q dot r plus r dot p എന്ന് പറയുന്നത് 0. a dot b b dot a സെയിം തന്നെയാണ്. ആദ്യം തന്നിരിക്കുന്ന p പ്ലസ് q അൺസൈഡ് മോഡുലസ് എന്ന് പറയുന്നത് 6 ആണ്. ഇത് മോഡ് p സ്ക്വയർ ചെയ്താൽ 6 സ്ക്വയർ കിട്ടും. മോഡ് p സ്ക്വയർ പ്ലസ് മോഡ് q സ്ക്വയർ പ്ലസ് 2 ടൈംസ് p ഡോട്ട് q എന്ന് പറയുന്നത് 36 ആണ്. അതുപോലെ രണ്ടാമത്തേതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മോഡ് ക്യൂ സ്ക്വയർ പ്ലസ് മോഡ് ആർ സ്ക്വയർ പ്ലസ് 2 ടൈംസ് ക്യൂ ഡോട്ട് ആർ എന്ന് പറയുന്നത് 16 3 48. അതുപോലെ മൂന്നാമത്തേതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മോഡ് ആർ സ്ക്വയർ പ്ലസ് മോഡ് പി സ്ക്വയർ പ്ലസ് 2 ആർ ഡോട്ട് പി എന്ന് പറയുന്നത് 16. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പി ഡോട്ട് ക്യൂ ക്യൂ ഡോട്ട് ആർ ഇത് 0 കിട്ടും. 2 ടൈംസ് മോഡ് പി സ്ക്വയർ പ്ലസ് മോഡ് ക്യൂ സ്ക്വയർ പ്ലസ് മോഡ് ആർ സ്ക്വയർ കിട്ടും. ശരിയല്ലേ? പ്ലസ് ബാക്കിയെല്ലാം ആഡ് ചെയ്താൽ 0. ഇതെല്ലാം സം ചെയ്താൽ മതി. മോഡ് പി ക്യൂ ആർ എന്ന് പറയുന്നതിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മോഡ് പി ക്യൂ ആർ ഇത് കിട്ടിയില്ലേ പിള്ളേരെ? 6 8 6 14 14 6 20 ശിഷ്ടം 2 3 2 5 4 9 1 10 100 എന്ന് കിട്ടി. ശരിയല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ട മോഡ് പി പ്ലസ് ക്യൂ പ്ലസ് ആർ അല്ലേ? ഇതിൻ്റെ ഹോൾ സ്ക്വയർ എടുത്താൽ മോഡ് പി സ്ക്വയർ പ്ലസ് മോഡ് ക്യൂ സ്ക്വയർ പ്ലസ് മോഡ് ആർ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡ് പി 2 ഇൻറ്റു പി ഡോട്ട് ക്യൂ പ്ലസ് ക്യൂ ഡോട്ട് ആർ പ്ലസ് പി ഡോട്ട് ആർ വരും. ഇത് 0 ആണ്. സോ ഇത് 100 എന്ന് കിട്ടും. സോ ആൻസർ 50. 100 അല്ല,
ഇത് 2 ടൈംസ് ഉണ്ടായിരുന്നു. സോ മോഡ് പി സ്ക്വയർ പ്ലസ് മോഡ് ക്യൂ സ്ക്വയർ പ്ലസ് മോഡ് ആർ സ്ക്വയർ എന്ന് പറയുന്നത് 50 ആണ്. സോ ഇത് 50 എന്ന് കിട്ടും. 50യുടെ റൂട്ട് എന്ന് പറയുന്നത് 5√2 ആണ്. 5√2 എന്ന് പറയുന്നത് ഓപ്ഷൻ 3. കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കണം. A, B, C are non-zero vectors and A is equal to 8B, C is equal to minus 7B. അപ്പോൾ A is equal to 8B എന്നും C is equal to minus 7B എന്നും പറഞ്ഞാൽ ഇങ്ങനെയാണ് A ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് C ഇരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒന്ന് ബിയുടെ ഡയറക്ഷൻ ആണെങ്കിൽ ഒന്ന് ബിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ അതിൻ്റെ ആംഗിൾ എത്രയാണ്? ഇടയ്ക്കുള്ള ആംഗിൾ 180 ആണ്. പൈ. അടുത്ത ചോദ്യം. A, B, C are 3 vectors such that magnitude of A 1, magnitude of B 4, magnitude of C 1. Magnitude of B cross C is equal to root 15 and B minus 2 is equal to lambda A, then one of the values of lambda. പിള്ളേരെ ഇതിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ക്രോസ് സി എന്ന് പറയുന്നത് ഒരു റൂട്ട് 15 തന്നിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് സി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു 1 എന്ന് പറയുന്നത് റൂട്ട് 15 ആണ്. ശരിയല്ലേ? ബി മൈനസ് 2 സി ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ബി മൈനസ് 2c ഹോൾ സ്ക്വയർ എടുത്താൽ ലാംഡ സ്ക്വയർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ. സോ ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ പ്ലസ് minus 4 into b dot c plus 4 into magnitude of c the whole square is equal to lambda square into magnitude of a the whole square. See, magnitude of b square അറിയാം. b dot c എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ സൈൻ തീറ്റ കിട്ടും. സൈൻ തീറ്റ എന്ന് പറയുന്നത് റൂട്ട് 15 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് സി കിട്ടും. ഇതിൽ നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ട മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ദ ഹോൾ സ്ക്വയർ 16 അറിയാം. 4 ഇൻറ്റു ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് സി കോസ് തീറ്റ പ്ലസ് 4 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് സി 1 ലാംഡ സ്ക്വയർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എന്ന് പറയുന്നത് 1. ഇതേ സൈൻ തീറ്റയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടിയാൽ കോസിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ അറിയത്തില്ലേ? ഇല്ലെങ്കിൽ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് സി ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. 4ഉം 1ഉം ഇട്ട് കൊടുത്താൽ സൈൻ തീറ്റ കിട്ടും. കോസ് തീറ്റ കണ്ടുപിടിച്ച് ഇട്ട് കൊടുത്താൽ മതി. അടുത്ത ചോദ്യം. എ തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. ദെൻ ദ വെക്ടർ ബി സാറ്റിസ്ഫൈങ് എ ക്രോസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 ആൻഡ് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 3 ഈസ്. പിള്ളേരെ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. എ ക്രോസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം. എ ഡോട്ട് ബി എന്ന് പറയുന്നത് 3 ആയിരിക്കണം. വെറുതെ നിങ്ങൾ നോക്കിയാൽ പോരെ, ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്ന പോലെ നോക്കണ്ട. ഇതിനകത്ത് ഓപ്ഷൻ 3 ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് ജെ മൈനസ് കെ ആണ്. ഇതുമായിട്ട് ബി എന്ന് പറയുന്നത് ഇപ്പം മൈനസ് ഐ പ്ലസ് ജെ മൈനസ് 2k എടുത്താൽ 0 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് മൈനസ് 1 ഇൻറ്റു മൈനസ് 2. അയ്യോ അതല്ലേ, സോറി, അതെ എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഇതല്ലേ എ ഡോട്ട് ബി എന്ന് പറയുന്നത്. സോറി എ ഡോട്ട് ബി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 1 പ്ലസ് 2 3 എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് 1 പ്ലസ് 2 3 എന്ന് കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ബാക്കി നോക്കിയാൽ മതി. ഓരോ ഓപ്ഷനിലും ഈ എ ഡോട്ട് ബി 3 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് കിട്ടിയ സ്ഥിതിക്ക് ഇത് ഇതിനകത്ത് എ ക്രോസ് ബി കണ്ടുപിടിച്ചിട്ട് പ്ലസ് സി ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ട്രയൽ മെത്തേഡ് കേട്ടോ. ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ 3 കോമൺ എടുത്തിട്ട് എക്സ് മൈനസ് 1/3 ഡിവൈഡഡ് ബൈ 3 സീക്വൽ ടു വൈ പ്ലസ് 3 ഡിവൈഡഡ് ബൈ മൈനസ് 1 സീക്വൽ ടു ഇത് മൈനസ് 2 കോമൺ എടുത്താൽ ഇസഡ് മൈനസ് 5/2 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ഇത് 1 ആയി, ഇത് മൈനസ് 2 ആയി. സോ ഇതിനെ പാരലൽ വെക്ടർ എന്ന് പറയുന്നത് ഐ മൈനസ് ജെ മൈനസ് 2k ആണ്. അതിൻ്റെ നോർമൽ വെക്ടർ എന്ന് പറയുന്നത് 3i മൈനസ് 3j മൈനസ് 6k ആണ്. സോ ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് എന്ന് പറയുന്നത് സൈൻ തീറ്റ ഈസിക്കൽ ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് പ്ലെയിൻ സൈൻ തീറ്റ ഈസിക്കൽ ടു ഇത് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് വി ഡോട്ട് എൻ ഡിവൈഡഡ് ബൈ മോഡ് വി മോഡ് എൻ ആണ്. വി ഡോട്ട് എൻ എന്ന് പറയുന്നത് 1 ഇൻറ്റു 3 പ്ലസ് മൈനസ് 1 ഇൻറ്റു മൈനസ് 3 പ്ലസ് മൈനസ് 2 ഇൻറ്റു മൈനസ് 6 അപ്പോൺ മോഡ് വി എന്ന് പറയുന്ന റൂട്ട് ഓഫ് 1 പ്ലസ് 1 പ്ലസ് 4 ഇൻറ്റു റൂട്ട് ഓഫ് 9 പ്ലസ് 9 പ്ലസ് 36. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സൈൻ തീറ്റ എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, ആംഗിളായി. ഇഫ് ദ ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ഇത് ആദ്യം നമ്മൾ വൃത്തിക്ക് എഴുതണം കേട്ടോ പിള്ളേർ. എക്സ് മൈനസ് 1/-3 ഈസ് ഈക്വൽ ടു വൈ മൈനസ് 2/2 ആൽഫ ഈക്വൽ ടു ഇസഡ് മൈനസ് 3/2. ഇത് വൃത്തിക്കല്ല കിടക്കുന്നത് അല്ലേ. എക്സ് മൈനസ് 1/3 ആൽഫ ഈക്വൽ ടു വൈ മൈനസ് 1/1 ഈക്വൽ ടു 6 മൈനസ് ഇസഡിനെ നമ്മൾ ഇസഡ് മൈനസ് 6/-5 എന്ന് എഴുതും. ഓക്കെ, ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ഇതിനിടെ പാരലൽ വെക്ടർ ഉണ്ട്. മൈനസ് 3 ഇൻറ്റു 3 ആൽഫ പ്ലസ് 2 ആൽഫ ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു മൈനസ് 5 ഇസിക്കൽ 0 കൊടുത്താൽ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടും. ഓക്കെ, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യൂ ഈസ് ദ ഇമേജ് ഓഫ് 2, 3, 4. ഒരു പോയിന്റ് ഉണ്ട് 2, 3, 4 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് എബൌട്ട് ദ പ്ലെയിൻ
ഇതാണ് ക്യൂ കേട്ടോ. നമുക്ക് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ആദ്യം കണ്ടുപിടിക്കാം. എക്സ് വൈ ഇസഡ്. ഈ പോയിന്റ് ഏതാ പിള്ളേരെ? എക്സ് മൈനസ് 2y പ്ലസ് 5z ഇസിക്കൽ 6. എക്സ് മൈനസ് 2y പ്ലസ് 5z ഇസിക്കൽ 6. ശരിയല്ലേ? ഇതിനൊരു നോർമൽ വെക്ടർ നമുക്കറിയാം. ഇതെന്താണ്? I മൈനസ് 2j പ്ലസ് 5k. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വെക്ടർ, ഈ ലൈൻ, ഈ ഇതിനെ ഞാൻ എ എന്ന് വിളിക്കുവാണ്, അല്ലെങ്കിൽ പി എന്ന് വിളിക്കുവാണ്. പി ആണല്ലോ ക്യൂ. ഇതിനെ ഞാൻ ആർ എന്ന് വിളിച്ചാൽ പി ആർ എന്ന് പറയുന്ന വെക്ടർ, ഏതാ? എക്സ് മൈനസ് 2 I പ്ലസ് y മൈനസ് 3j പ്ലസ് z മൈനസ് 4k ആണ്. ശരിയല്ലേ? ആ വെക്ടർ ഇതിന് പാരലല്ലേ? I മൈനസ് 2j പ്ലസ് 5k പാരലല്ലേ? അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എക്സ് മൈനസ് 2/1 ഈസ് ഈക്വൽ ടു y മൈനസ് 3 ഡിവൈഡ് ബൈ മൈനസ് 2 ഈസ് ഈക്വൽ ടു z മൈനസ് 4 ഡിവൈഡ് ബൈ 5 ഈസ് ഈക്വൽ ടു സം ലാംഡ എന്ന് നമുക്ക് വിളിക്കാമല്ലോ. ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് പ്രപ്പോർഷണലാണ്. സോ അതിനകത്ത് നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ പ്ലസ് 2 എന്നും y ഈസ് ഈക്വൽ ടു മൈനസ് 2 ലാംഡ പ്ലസ് 3 എന്നും z ഈസ് ഈക്വൽ ടു 5 ലാംഡ പ്ലസ് 4 എന്നും വിളിക്കാം. ഇതിങ്ങനെ വിളിച്ചാൽ ഇത് ഈ പ്ലെയിനിൽ ഇട്ട് കൊടുത്താൽ എക്സ് മൈനസ് 2y പ്ലസ് 5z ഈസ് ഈക്വൽ ടു 6 എന്ന് പറയുന്ന പ്ലെയിനിൽ ഇട്ട് കൊടുത്താൽ, പിള്ളേരെ അങ്ങനെ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? ലാംഡയുടെ വാല്യൂ കിട്ടും. ലാംഡ പ്ലസ് 2 മൈനസ് 2 ഇൻറ്റു മൈനസ് 2 ലാംഡ പ്ലസ് 3 പ്ലസ് 5 ഇൻറ്റു 5 ലാംഡ പ്ലസ് 4 ഈക്വൽ ടു 6 എന്ന് കിട്ടും. ലാംഡ പ്ലസ് 2 മൈനസ് 4 പ്ലസ് 4 ലാംഡ മൈനസ് 6 പ്ലസ് 25 ലാംഡ പ്ലസ് 20 ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഇതിനകത്ത് നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടിയാൽ ലാംഡയുടെ വാല്യൂ ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഈ പോയിന്റ് കിട്ടും. 2 പോയിന്റ് കിട്ടിയാൽ പോലെ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എഴുതാൻ. സ്പേസിലാണ്, 3D ആണ്. ഓക്കെ, അടുത്ത് ലൈൻ വീണ്ടും വൃത്തിക്ക് എഴുതണേ. 3 കോമൺ എടുത്താൽ പിള്ളേരെ എക്സ് മൈനസ് 1/3 ഡിവൈഡഡ് ബൈ 2b/3 എന്ന് കിട്ടും. ഈക്വൽ ടു y മൈനസ് 3 ഡിവൈഡഡ് ബൈ മൈനസ് 1 എന്ന് കിട്ടും. ഈക്വൽ ടു z മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്ന് കിട്ടും. ഇതിൻ്റെ നോർമൽ വെക്ടർ 2b/3 i മൈനസ് j പ്ലസ് a ഇൻറ്റു k. ഇതിൻ്റെ നോർമൽ വെക്ടർ 3i പ്ലസ് j പ്ലസ് 2k. ഇത് രണ്ടും ഇതിൻ്റെ പാരലൽ വെക്ടറും ഇതിൻ്റെ നോർമൽ വെക്ടറും ആകുമ്പോൾ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. ശരിയല്ലേ? സോ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് 0 വിളിക്കാം. 2b/3 ഇൻറ്റു 3 പ്ലസ് മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് 2a ഈക്വൽ ടു 0 എന്ന് വിളിക്കാം. ഇത് ക്യാൻസൽ ആയിപ്പോവും. 2b പ്ലസ് 2a ഈക്വൽ ടു 1 എന്ന് കിട്ടും. a പ്ലസ് b ഈക്വൽ ടു 1/2 ഉണ്ടല്ലോ ഉള്ളത്. അടുത്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് പ്ലെയിൻ. അതൊരു ട്വിസ്റ്റിംഗ് ക്വസ്റ്റൻ ആണ് പിള്ളേർ. ഇതിലെ ഒരു പോയിന്റ് നമുക്ക് എടുക്കാൻ. r ഈസ് ഈക്വൽ ടു 2i പ്ലസ് 2j മൈനസ് k പ്ലസ് ലാംഡ ഇൻറ്റു 2i പ്ലസ് j മൈനസ് 2k. ഇതിലെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ലൈനിലെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 2 മൈനസ് 1 ആണ്. ശരിയല്ലേ? പിള്ളേരെ ഒരു പ്ലെയിനും ഒരു ലൈനും തമ്മിൽ ഡിസ്റ്റൻസ് അവർ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ആ ലൈനും പ്ലെയിനും പാരലലായിരിക്കും. അപ്പോൾ ഇതിലെ പോയിന്റ് 2 മൈനസ് 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഇങ്ങടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ഈ ലൈനിൻ്റെ ഇക്വേഷൻ എക്സ് പ്ലസ് 2y പ്ലസ് 2z ഈസ് ഈക്വൽ ടു 10 എന്നാണ്. എനിക്ക് ഈ i j k ഇഷ്ടമല്ല. ഇത് കണ്ടുപിടിക്കാൻ മോഡുലസ് ഓഫ് ഈ പോയിന്റ് എടുത്ത് ഇതിലിട്ട് കൊടുക്കുക. 2 പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് മൈനസ് 1 ഇൻറ്റു 2 or 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 10 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇതിൻ്റെ ഓരോ കമ്പോണൻസിൻ്റെ സ്ക്വയർ. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഓക്കെ, 2 2 4 4 4 8 1 9 കട്ടായി പോകും അല്ലേ? 49 വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. വെക്ടർ ഫോം ഓഫ് ദ ലൈൻ കണ്ടുപിടിക്കാൻ അത് ഇതിനെ ഒന്ന് വൃത്തിക്ക് എഴുതട്ടെ. എക്സ് മൈനസ് 1/-3 ഈക്വൽ ടു y പ്ലസ് 1/-2 ഈക്വൽ ടു z മൈനസ് 3 ഡിവൈഡഡ് ബൈ 1. വെക്ടർ ഫോം എഴുതാൻ r ഈസ് ഈക്വൽ ടു പോയിന്റ് ആദ്യം എഴുതാം. പോയിന്റ് എന്ന് പറയുന്നത് 1i പ്ലസ് j, ഐ എം സോ സോറി, മൈനസ് j കേട്ടോ. ഇവിടുത്തെ പോയിന്റ് ആണേ. മൈനസ് j പ്ലസ് 3k. ഇതാണ് പോയിന്റ് 1 മൈനസ് 1 3 പ്ലസ് സം ലാംഡ ഇൻറ്റു പാരലൽ വെക്ടർ മൈനസ് 3i മൈനസ് 2j പ്ലസ് k. i മൈനസ് ജെ പ്ലസ് 3k, i മൈനസ് ജെ പ്ലസ് 3k പ്ലസ് ലാംഡ ഇൻറ്റു ഇതങ്ങനെയല്ല, എല്ലാം മൈനസ് ആയിരുന്നു, എനിക്ക് പ്രശ്നമില്ലായിരുന്നു. i മൈനസ് ജെ പ്ലസ് 3k പ്ലസ് ലാംഡ ഇൻറ്റു മൈനസ് 3i മൈനസ് 2j പ്ലസ് k. ഓക്കെ, അടുത്ത് ലാസ്റ്റ് ചോദ്യമാണ്.
എക്സ് മൈനസ് 1/k ഈസ് ഈക്വൽ ടു y മൈനസ് 2/2 ഈസ് ഈക്വൽ ടു z മൈനസ് 3/3. ഇതിന് ഈക്വൽ ടു ലാംഡ കൊടുത്താൽ എക്സ് ഈസ് ഈക്വൽ ടു k ലാംഡ പ്ലസ് 1 കിട്ടും, y ഈസ് ഈക്വൽ ടു 2 ലാംഡ പ്ലസ് 2 കിട്ടും, z ഈസ് ഈക്വൽ ടു 3 ലാംഡ പ്ലസ് 3 കിട്ടും. ഇവിടെ ഒരു മ്യൂ കൊടുത്താൽ എക്സ് ഈസ് ഈക്വൽ ടു 3 മ്യൂ പ്ലസ് 2 കിട്ടും, y ഈസ് ഈക്വൽ ടു k മ്യൂ പ്ലസ് 3 കിട്ടും, z ഈസ് ഈക്വൽ ടു 2 മ്യൂ പ്ലസ് 1 എന്ന് കിട്ടും. ഇത് ഇക്വേറ്റ് ചെയ്താൽ k ലാംഡ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2 മ്യൂ പ്ലസ് 2 ആണ്. ഇത് ഇക്വേറ്റ് ചെയ്താൽ 2 ലാംഡ പ്ലസ് 2 k മ്യൂ പ്ലസ് 3 ആണ്. ഇത് ഇക്വേറ്റ് ചെയ്താൽ 3 ലാംഡ പ്ലസ് 3 ഈസ് ഈക്വൽ ടു 2 മ്യൂ പ്ലസ് 1 ആണ്. കെയ്ക്ക് ഒരു വാല്യൂ കൊടുത്താൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ കെയ്ക്ക് ട്രിവിയലി ഓരോ വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കുക. ആ കെയ്ക്ക് ഒരു വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് ഈ 3 ഇക്വേഷനും സോൾവ് ചെയ്യാൻ പറ്റിയാൽ എന്താണ് ഇതിന് എന്താ പറയുക സൊല്യൂഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് അല്ലേ അതാക്കിയാൽ മതി. 3 അൺനോൺസ് ഉള്ള 3 സിസ്റ്റം കിട്ടിയിട്ട് ഡിറ്റർമിനന്റ് നോൺ സീറോ ആകുന്ന കെയുടെ വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, എനിക്ക് തോന്നുന്നു രണ്ടിടത്ത് കെ വന്ന അതിൻ്റെ പ്രിന്റിംഗ് പ്രോബ്ലം ആയിരിക്കുമെന്ന് എനിക്കൊരു ചെറിയ ഗസ്സും കേട്ടോ. So that was the last question. So the discussion is winding up. Thank you.